ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നമ്മളൊരു എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എക്സാം ഡേറ്റ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം എക്സാമിന് നമ്മൾ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. ഫോർ എക്സാമ്പിൾ, ഇന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ എക്സാം നിങ്ങൾ എഴുതാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ കേരള PSCയുടെ പോർട്ടലിൽ കൺഫർമേഷൻ കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പോർട്ടലിൽ കയറി കൺഫർമേഷൻ എന്ന് പറയുന്ന പോർട്ടലിൽ കയറി കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കേരള PSCയിൽ നിന്ന് ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫൈൻ. അതിനുവേണ്ടി നമ്മൾ കേരള PSCയുടെ സൈറ്റിൽ പോയി നമ്മുടെ കേരള PSC തുളസി എന്നുള്ളതിന് പോയി നമ്മൾ ആപ്ലിക്കേഷൻ യൂഷ്വലി കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡും അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് ഇപ്പോഴത്തെ ലോഗിൻ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു OTP ആദ്യമായിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് OTP വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ OTP വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലേക്ക് കയറാവുന്നതാണ്. പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ദർ ഈസ് ദ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ, പ്രൊഫൈൽ മെസ്സേജസ്, അഡ്മിഷൻ ടിക്കറ്റ്, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ പല പാർട്ടുകൾ കാണാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ ചൂസ് ചെയ്യുക. തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. തന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു എക്സാം ആണെങ്കിൽ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന എക്സാം ആണ് എഴുതാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ 11/10/2024 കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാനായിട്ട് ഞാൻ തയ്യാറായതുകൊണ്ട് കൺഫേം നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് എക്സാം എഴുതാൻ താല്പര്യം, ഇടുക്കി ജില്ലയിലാണോ, ഏത് ജില്ലയാണ് ഈ ജില്ലയിലെ ഏത് താലൂക്ക് വേണം നമ്മൾ കൊടുക്കണം, ഉടുമ്പൻചോല താലൂക്കിലാണ് കൊടുക്കാൻ താല്പര്യം എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ നിങ്ങളുടെ സെൻഡ് OTP, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെയാണ് കരുതി കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സെൻഡ് OTP കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ വരുന്ന OTP എന്താണെന്ന് നോക്കുക, ആ OTP കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ കിട്ടിയിരിക്കുന്ന OTP എന്ന് പറയുന്നത് 491/160 ആണ്. ആ OTP ക്ലിക്ക് ചെയ്യുക. OTP കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. നൗ ഇവിടെ ടിക്ക് ചെയ്യുക. 12/2 ഫോർ എക്സാമ്പിൾ ഡിസംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് തയ്യാറാണെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുക. സബ്മിറ്റ് ദ കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നിങ്ങൾക്ക് വരും യു കൺഫർമേഷൻ റിസീവ്ഡ് ഓൺ 23/9/2024 യു ഹാവ് ഓപ്റ്റഡ് ഇടുക്കി ആസ് ദി എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് ഇത് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഈ ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോവുക. സ്റ്റേറ്റ് വൈഡ് ജനറലാണോ, അല്ലെങ്കിൽ NCA എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലാണോ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ജനറലാണോ, ഡിസ്ട്രിക്ട് വൈസ് ബൈ ട്രാൻസ്ഫറിലാണോ. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ബൈ ട്രാൻസ്ഫർ വരിക ഓൾറെഡി ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവർക്കാണ്. NCA കാറ്റഗറി വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും എക്സ് സർവീസ് പേഴ്സൺസിന് വേണ്ടി, അല്ലെങ്കിൽ SC/ST വേണ്ടി അവരുടെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്. ജനറൽ കാറ്റഗറിയാണ് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ പോവുക. ജനറൽ കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിതെല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ്. അതർവൈസ് നിങ്ങൾക്ക് ഏതെങ്കിലും അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്നെലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല, എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇങ്ങനെയാണ് നിങ്ങൾ കൺഫർമേഷൻ മെസ്സേജുകൾ കൊടുക്കാനായിട്ട് പറ്റുക. അതിനുശേഷം ലോഗ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊസീജിയർ തീർക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.